ഇപ്പം ഞാൻ നിൽക്കുന്നത് കാട്ട്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പോകാൻ പോകുന്ന സ്ഥലം തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് രാവിലെ 9:10 തിരുപ്പതി ഇൻ്റർസിറ്റി വണ്ടിയുണ്ട്, ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോഴിപ്പം സമയം രാവിലെ 9 മണി ആയിട്ടുണ്ട്. 10 മിനിറ്റും കൂടെ ഉള്ളു ട്രെയിനിന്. ആ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബസ്സിലോ എങ്ങനെയെങ്കിലും പോകാം. അപ്പോഴെന്തായാലും ആ ട്രെയിനിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടം വരെ വന്ന കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5:15 എടുക്കുന്നൊരു വണ്ടിയുണ്ട്. 126-96 എന്നുള്ള ട്രെയിൻ നമ്പറുള്ള MGR ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെയുള്ള സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 490 രൂപയാണ്. ഞാൻ ചെന്നൈ വരെയുള്ള സ്ലീപ്പർ അങ്ങ് എടുത്തു. ചെന്നൈയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് കാട്ട്പാടി എന്ന് പറയുന്ന സ്ഥലം. തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5:15 എടുക്കുന്ന വണ്ടി ഇവിടെ പിറ്റേ ദിവസം രാവിലെ 7:40 ആകുമ്പോൾ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഞാൻ ചെന്നൈ വരെ എടുത്ത കാര്യം എന്താണെന്നറിയാമോ? ചിലപ്പം ട്രെയിനിൽ ഇരിക്കുമ്പോഴത്തേക്കും ചെന്നൈ വരെ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ, അഥവാ നമ്മൾ ഉറങ്ങിയെങ്ങാനും പോയി കഴിഞ്ഞാൽ ചെന്നൈയിൽ പോയി ഇറങ്ങാമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഞാൻ ചെന്നൈ വരെയുള്ള ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് നിൽക്കുവാണ്. ഇവിടെ പെയ്ഡ് വെയിറ്റിംഗ് റൂമെല്ലാം ഉണ്ടായിരുന്നു. AC വെയിറ്റിംഗ് റൂമും 35 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക് ചാർജ്. പക്ഷേ ഞാനങ്ങനെ എപ്പോഴൊന്നും അതിൻ്റെ പോരായ്മയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ ആകപ്പാടെ 2 ടോയ്ലറ്റേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നീറ്റായിരുന്നു, ടോയ്ലറ്റൊക്കെ നീറ്റായിരുന്നു. പക്ഷേ എന്തായാലും കുറച്ച് നേരം നമുക്ക് ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും താമസിച്ചത്. ഇപ്പം സമയം 9 മണിയായി. ഞാൻ രാവിലെ 7:45 ഇവിടെ എത്തിയതാണ്. അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് പ്ലാൻ ചെയ്യണം. ആദ്യം ട്രെയിനിൽ കയറണോ അതോ എന്തെങ്കിലും കഴിക്കണോ എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യണം. അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം, അകത്തോട്ട് കയറാം. ഞാൻ അകത്തുനിന്ന് പുറത്തോട്ട് വന്നതായിരുന്നു, ഇനി വീണ്ടും തിരിച്ച് അകത്തോട്ട് കയറാം. ഈ കാണുന്നതാണ് കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇതെവിടെയായിട്ട് കാട്ട്പാടി ജംഗ്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പാക്കല 9:10 ട്രെയിൻ ഇருக்கு, പാക്കല. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇവിടെ റിനോവേഷൻ വർക്കുകളൊന്നും നടക്കുന്നില്ലെന്ന് തോന്നല്ലോ. സാധാരണ റെയിൽവേ സ്റ്റേഷനെല്ലാം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് 9:10 ട്രെയിൻ തന്നെ പിടിക്കാം. ഇപ്പം സമയം 9:05 ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാനുള്ള സമയം ഉണ്ടെന്നാണ് തോന്നുന്നത്, നോക്കാം. അങ്ങനെ 9:10 ട്രെയിൻ എനിക്ക് കിട്ടിയില്ല. തിരുപ്പതി ഇൻ്റർസിറ്റി എക്സ്പ്രസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് മുകളിലോട്ട് നടന്ന് നിൽക്കുമ്പോൾ ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ബസ്സോ കിട്ടും ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് അവിടെ ആയിട്ടൊരു ബസ് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകുന്നതിന് 250 രൂപയാണെന്നാണ് പറഞ്ഞത് ഓട്ടോ കൂലി. 200 രൂപയ്ക്കാണെങ്കിലും പോകാം, 150 രൂപയ്ക്കാണെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഷെയർ ഓട്ടോ നോക്കാം, അല്ലെങ്കിൽ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ ബസ്സുകൾ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 100 മീറ്റർ മുകളിലോട്ട് നടന്ന് വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് എത്തും. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പോരെ അല്ലേ? ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴെന്തായാലും ഈ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുവാണ്. നമുക്കിവിടെ നിന്ന് ഇതാ ഒരു ബസ് കിടപ്പുണ്ട്. ഇത് യെസ്, അങ്ങനെ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ബസ് സ്റ്റോപ്പിലൊരു ബസ് കിടന്നത്, ആ ബസ്സിൽ തന്നെ കയറി. ഇതിപ്പോഴും നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ആ ടോയ്ലറ്റിലുള്ള ക്യൂ കാരണമാണ് നമുക്ക് ആ ട്രെയിൻ മിസ്സായത്. ഇല്ലെങ്കിൽ ഇപ്പോൾ 9:10 ട്രെയിൻ നമുക്ക് കിട്ടിപ്പോയേനെ. അങ്ങനെ ഞാൻ ഇറങ്ങി ബാക്ക് സീറ്റിലോട്ട് ഇരുന്നു. ഞാൻ കുറച്ച് ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നത്, പക്ഷേ അത് വിൻഡോ സീറ്റ് അല്ലായിരുന്നു. ഇപ്പോഴും വിൻഡോ സീറ്റാണ്. പാട്ടൊക്കെ കേട്ടങ്ങ് പോവാം. ഒരു സിഗ്നൽ ആയിരിക്കുവാണ്. വണ്ടികളെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. സമയം രാവിലെ 9:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് കടകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. 10 മണിയൊക്കെ ആവും എല്ലാം ഒന്ന് ഓപ്പൺ ആവാനേ. ഇതോ അവിടെ ഷട്ടറിൻ്റെ പകുതിയൊക്കെ തുറന്ന് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ബസ്സിൽ കയറിയപ്പോഴും തിരക്ക് കുറവായിരുന്നെങ്കിലുമേ ഇപ്പോഴ് ബസ് അങ്ങ് നിറഞ്ഞു. അങ്ങനെ ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഇതാകണില്ലേ, വേറൊരു ബസ് വന്ന് നിൽക്കുവാണ്. നമുക്കെന്തായാലും ഈ പരിസരത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. ഇതങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡ് പുറത്തോട്ടുള്ള റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെയായിട്ട് ശരവണ ഭവൻ വെജിറ്റേറിയൻ ഹോട്ടലെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് ശരവണ ഭവൻ. അതിനോട് ചേർന്നും വേറൊരു ചെറിയൊരു കുറിഞ്ഞി കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. നമുക്കിവിടെ നിന്ന് കഴിക്കാം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും വടയും ചട്നിയെല്ലാം വന്നിട്ടുണ്ട്.
കഴിക്കാം. ഒരു ഇഡ്ഡലിക്ക് 10 രൂപയാണ് വില. കൊള്ളാം, കുഴപ്പമില്ല. ഞാനിങ്ങനെ ചായ കുടിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ദയവിടായിട്ടൊരു ബസ് വന്ന് നിൽപ്പുണ്ട് പുറത്തായിട്ട്, ഈ ഓട്ടോയുടെ ബാക്കിലായിട്ട്. തിരുപ്പതിയിലോട്ട് പോകുന്ന ബസ്സാണത്. തിരുമലയുടെ അടിവാരമാണ് തിരുപ്പതി. എന്ന് വെച്ചാൽ തിരുപ്പതിയിൽ പോയിട്ട് വേണം തിരുമലയിലേക്ക് പോകാൻ. തിരുമലയിലാണ് അമ്പലമെല്ലാം ഉള്ളത്. അപ്പോഴെന്തായാലും ആ ബസ് ഈ ഓട്ടോയുടെ ബാക്കിലായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ശരവണ ഭവൻ്റെ പുറത്തുള്ള കുറിഞ്ഞി ഹോട്ടലിൽ നിന്നും 4 ഇഡ്ഡലി, ഒരു വട, ഒരു ചായ, 62 രൂപ. നല്ല ഹോട്ടലായിരുന്നു, നീറ്റായിട്ടുള്ള ഹോട്ടലായിരുന്നു. അങ്ങനെ ഇപ്പം നടന്ന് പുതിയ ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിന് അകത്തോട്ട് കയറണം. എന്നിട്ട് തിരുപ്പതിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് നോക്കാം. ഈ കാണുന്നതാണ് കാട്ട്പാടി ബസ് സ്റ്റാൻഡിൻ്റെ ആർച്ച്. ബസ്സുകൾ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, വേലൂർ മാനഗരാച്ചി പുതിയ പേരുന്ത് നിലയം. എന്തായാലും ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് എല്ലാം പക്കയായിട്ടുണ്ട്. നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറാം. പിന്നെ വേറൊരു കാര്യമേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡ് വരെ വരുന്നതിന് ഓട്ടോ കൂലി 250 രൂപയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ മുകളിലോട്ട് വന്ന് നിന്നപ്പോഴത്തേക്കും, മുകളിലോട്ടുള്ള റോഡിലോട്ട് വന്ന് നിന്നപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടി. 10 രൂപയായുള്ളൂ. 60 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ടോട്ടൽ 70 രൂപ. ഈ ടോട്ടൽ 70 രൂപ എവിടെ കിടക്കുന്നു, 250 രൂപ എവിടെ നിൽക്കുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിനകത്തൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ എൻഡിലായിട്ട് തിരുപ്പതിയിലോട്ട് പോകുന്ന ബസ്സുകളെല്ലാം കിടക്കുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ വണ്ടിയാണ്, APSRTC. അതാണ് ഈ ബസ്. കണ്ടില്ലേ, തിരുപ്പതി എന്നൊക്കെ വിളിച്ച് പറയുന്നത്. എവിടെയും കിടപ്പുണ്ട് ഒരു തിരുപ്പതി ബസ്. എന്തായാലും ഈ ബസ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ ബസ് വരയ്ക്കുമല്ലോ, കൊച്ചിലെയൊക്കെ ബസ് വരച്ചിട്ടില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു ഫ്രണ്ട് സൈഡൊക്കെയാണ്. എന്തായാലും കൊള്ളാം. ഇവിടെ തിരുപ്പതി തിരുമല ടിക്കറ്റ് റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ട്സിന് 90 രൂപയും ചൈൽഡിന് 50 രൂപയും. അപ്പോഴേ വേറൊരു കാര്യമുണ്ട്, ഈ ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന ടിക്കറ്റ് റേറ്റ് ഇവിടെ നിന്ന് പോകുന്ന ടിക്കറ്റ് റേറ്റ് അല്ല, തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലോട്ട് പോകുന്ന ടിക്കറ്റ് റേറ്റാണ് 90 രൂപ. കണ്ടില്ലേ ഈ എഴുതിയിരിക്കുന്നത്. അപ്പോഴെന്തായാലും ഞാൻ ഇവിടെ നിന്ന് തിരുപ്പതിയിലോട്ട് പോയിട്ട്, എൻ്റെ ദൈവം എന്ത് ഹോണടിയത്. അപ്പോഴെന്തായാലും ഞാൻ ഇവിടെ നിന്ന് തിരുപ്പതിയിലോട്ട് പോയിട്ട് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, ഈ ബസ്സിൽ തിരുപ്പതി വരെ പോകുന്നതിന് 150 രൂപയും തിരുപ്പതിയിൽ നിന്നും തിരുമലയിലോട്ട് പോകുന്നതിന് 90 രൂപയാണ്. ഒന്നുമില്ല, തിരുപ്പതിക്ക് മുകളിലുള്ള സ്ഥലമാണ് തിരുമല. തിരുമലയിലാണ് അമ്പലമെല്ലാം ഉള്ളത്. കൺഫ്യൂഷനൊന്നും വേണ്ട. ഒരു മലയുടെ അടിവാരമാണ് തിരുപ്പതി. തിരുപ്പതിയിൽ നിന്നും മല കയറി മുകളിലെത്തുന്ന സ്ഥലമാണ് തിരുമല. ഇത് തിരുപ്പതി പോകുന്ന ബസ്സാണ്, തമിഴ്നാടിൻ്റെ ബസ്. ബസ് സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വലയത്തൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഞാൻ ബസ്സിൽ കയറാൻ തീരുമാനിച്ചിരിക്കുവാണ്. തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ട് ഇവിടെ നിന്ന് തിരുപ്പതിയിലോട്ടെ. രണ്ടിനും 150 രൂപ തന്നെയാണ് ചാർജ്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ ബസ്സിലൊന്ന് യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലോട്ട് കയറാം. രണ്ടിനും 150 രൂപ തന്നെയാണ് ചാർജ്. ആന്ധ്രാപ്രദേശിനും തമിഴ്നാടിനും സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഈ ബസ് സ്റ്റാൻഡിൻ്റെ പേരാണ് വേലൂർ ബസ് സ്റ്റാൻഡ്. കാട്ട്പാടി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡൊന്നും ഇല്ലെന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് വേലൂർ ബസ് സ്റ്റാൻഡ്. എന്തായാലും നമുക്ക് ബസ്സിലോട്ട് കയറാം. ബസ്സിനകത്ത് കച്ചവടത്തിനായിട്ട് ആളെല്ലാം വന്നിട്ടുണ്ട്. ബസ്സിന് കുറച്ച് ഹൈറ്റ് കുറവാണ്, സാധാരണ ബസ്സിൻ്റെ അത്രയും ഹൈറ്റ് ഇല്ല. നല്ലപോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ ബസ് വെല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുക്കുവാണ്. കൃത്യം 10:30 തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ബസ്സിന് ഹൈറ്റ് കുറവാണെങ്കിലേ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുപ്പതിക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 150 രൂപ, വെല്ലൂർ ടു തിരുപ്പതി. അങ്ങനെ നമ്മുടെ തിരുപ്പതിക്ക് പോകുന്ന ബസ് കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ പോകേണ്ട കാര്യമില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ നിന്നാൽ ബസ് കിട്ടുമായിരുന്നു തിരുപ്പതിക്കുള്ളേ. പക്ഷേ സീറ്റ് കിട്ടുന്ന കാര്യം കൺഫേം അല്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിൻഡോ സീറ്റെല്ലാം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബസ് സ്റ്റാൻഡ് വരെ പോയത്. ഇപ്പം എന്തായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെയുള്ള ബ്രിഡ്ജിലൂടെയാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തൂടെയുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താ കണ്ടില്ല, ഇവിടെയൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മെഡിക്കൽ സ്റ്റോർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വഴി അകത്തോട്ടൊരു പള്ളിയൊക്കെ കാണാമായിരുന്നു, ഒരു ക്രിസ്ത്യൻ പള്ളി. ഇതെവിടെയൊക്കെ ആയിട്ട് ഇറച്ചിക്കടയൊക്കെയാണ്. മട്ടനൊക്കെ വെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ. ഇവിടെയും ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണാം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഓഡിറ്റോറിയം വല്ലതും ആണോന്നേ. അതാ ഞാൻ പെട്ടെന്ന് ക്രിസ്ത്യൻ ഇങ്ങനെ ഒന്ന് നീട്ടിയത്. പള്ളിയാണോ ഇനി പള്ളിയുടെ ഓഡിറ്റോറിയം ആണോ എന്ന് ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഈ കാണുന്നതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം. അങ്ങനെ നമ്മുടെ ബസ് കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുവാണ്. കാട്ട്പാടിയുടെ അടുത്തായിട്ട് തന്നെയാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡർ ഉള്ളത്. ഇത്ര അടുത്താണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏകദേശം ഒരു 15 മിനിറ്റ് യാത്ര ചെയ്തതേ ഉള്ളൂ. ഇതാണ് RTO ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ വളവ്. അങ്ങനെ RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുവാണ്. ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡറാണ്. യെസ്, അങ്ങനെ നമ്മൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡർ എത്താറായിരിക്കുവാണ്. ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. അങ്ങനെ ഈ കാണുന്നതാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് അല്ല, ബോർഡർ. അങ്ങനെ നമ്മൾ ബോർഡർ പാസ് ചെയ്തിട്ട് ആന്ധ്രാപ്രദേശിലോട്ട് കയറിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടുങ്ങിയൊരു റോഡാണ്. ഇടുങ്ങിയ റോഡിൽ നിന്ന് വീണ്ടും വലിയൊരു റോഡിലോട്ട് കയറിയിരിക്കുവാണ്. ഇതാ വലിയൊരു ബൈപ്പാസിലോട്ട് കയറിയിരിക്കുവാണ്. അങ്ങനെ വേലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ആയിട്ട് ലോറികളെല്ലാം കിടക്കുന്ന കണ്ടില്ലേ? ചിറ്റൂർ ടോളാണത് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ ടോൾ കഴിഞ്ഞിരിക്കുവാണ്. ഇനി ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ഉണ്ട് തിരുപ്പതിക്ക്. അങ്ങനെ നമ്മൾ ടോളെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതാ കണ്ടില്ലേ, വലിയ വലിയ മലനിരകൾ, വലിയ ഒറ്റപ്പാറയിലൊക്കെ നിൽക്കുന്ന വലിയ മലനിരകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ ആയിട്ട് പാറക്കോറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു റോട്ടിൽ കൂടെ പോകാനൊരു പ്രത്യേക രസമുണ്ട്. ഈ വലിയ വലിയ മലനിരകളൊക്കെ കണ്ടോണ്ടേ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പം വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചിറ്റൂർ. ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചിറ്റൂർ. തിരുപ്പതി റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചിറ്റൂർ. ഏകദേശം തമിഴ്നാട് പോലെയൊക്കെ തന്നെ ഉണ്ട് കാണാൻ. എന്താ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, തമിഴ്നാടുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു സിറ്റിയിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഇതുവഴി കൂടെ പോകുമ്പോഴും കിട്ടുന്നത്. ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ MSR മേരിലാൻഡ് എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്ററാണ് കാണുന്നത്. ധനുഷിൻ്റെ ഒരു സിനിമയാണ് അവിടെ ഓടുന്നത്. ധനുഷിൻ്റെ രായൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഓടുന്നത്. ഇത്രയും നേരമായിട്ടും ബസ് സ്റ്റാൻഡ് എത്തിയിട്ടില്ല. ഇപ്പം ബസ് സ്റ്റാൻഡിൽ കയറുമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അങ്ങനെ ചിറ്റൂർ ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് വളഞ്ഞ് കയറിയിരിക്കുവാണ്. അങ്ങനെ ചിറ്റൂർ ബസ് സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റ് ബസ് നിർത്തിയിടും. ഹാൾട്ടിംഗ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഈ നിൽക്കുന്ന ബസ് സ്റ്റാൻഡാണ് ചിറ്റൂർ ബസ് സ്റ്റാൻഡ്. ആന്ധ്രാപ്രദേശിൻ്റെ പല പല ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ചിറ്റൂർ തിരുപ്പതി, ഇവിടെ നിന്ന് തിരുപ്പതി പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത്. എന്തായാലും ബസ്സിൻ്റെയൊക്കെ ആ ഒരു മോഡൽ കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു രീതി കൊള്ളാം. ചിറ്റൂരിൽ ഒരു റൗണ്ട് അബൌട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 11:30. 10:30ക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം സമയം 11:30. 1 മണിക്കൂർ കൊണ്ട് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ബസ് നോക്കെ, ബസ്സുകളെല്ലാം ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ആ മലയാണ്. ആ മലയുടെ പരിസരത്താണ് അമ്പലമൊക്കെ ഉള്ളത്. ആ മലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നോക്കേ, ഏറ്റവും മുകളിലായിട്ട് ഒരു മതിൽ കെട്ടിയതുപോലെ, ഒരു കോട്ടയുടെ മതിൽ പോലത്തെ പാറയാണുള്ളത്. അതിന് താഴെയായിട്ട് പച്ചപ്പും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട്
ഏറ്റവും മുകളിലായിട്ട് കോട്ടമതിൽ പോലെ ഉണ്ട്. അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡിലോട്ട് ബസ് വളഞ്ഞു കയറുവാണ്. വെല്ലൂരിൽ നിന്നും ഇവിടം വരെ വരുന്നതിന് 100 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ തിരുപ്പതി ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് കയറിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇതോ അവിടേക്ക് ആയിട്ട് തിരുമല മുകളിലോട്ട് പോകുന്ന ബസ്സൊക്കെയാണ് ആ കിടക്കുന്നത്. എന്ന് പറയുമ്പോൾ മല കയറി അമ്പലത്തിലോട്ട് പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത്. ഈ ഇലക്ട്രിക് ബസ്സാണ്, AC ബസ്സാണ്. ഈ ബസ് തിരുമലയ്ക്ക് പോകുന്ന ബസ്സാണ്, നോൺ AC ബസ്. ഇതിന് 90 രൂപയാണ് ചാർജ്. വലിയ തിരക്കൊന്നുമില്ല, കണ്ടില്ലേ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ ബസ്സിൽ കയറി പോയാൽ മതിയായിരുന്നു അല്ലേ. നോക്കാം, വേറെയും ഇഷ്ടംപോലെ ബസ്സുണ്ട്. നമ്മളിങ്ങോട്ട് വന്ന ബസ്സില്ലേ, അതേപോലത്തെ ബസ്സാണ് ഇപ്പം അങ്ങോട്ട് പോയത്. ഇവിടെ ആയിട്ടൊരു AC ബസ്സിലോട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട് തിരുമല 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 എന്ന് പറഞ്ഞിട്ട്. AC എത്ര രൂപയാണ്? 110 1 പേഴ്സൺ 110 രൂപയാണ് ചാർജ് AC ബസ്. നോക്കട്ടെ, ഞാൻ ചിലപ്പോഴേ AC ബസ്സിൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത ബസ്സിൽ പോവും. 90 രൂപ നോർമൽ ബസ്സും ഇത് 110. വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോവാം. ഇതെവിടെ ഒരു അൾട്രാ ഡീലക്സ് ബസ് കിടപ്പുണ്ട്. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാം. എയർ ബസ്സാണ്. വണ്ടി ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അല്ല, ഇതൊന്നും അങ്ങോട്ട് പോകുന്ന ബസ്സൊന്നുമല്ല. എന്നാലും ഞാൻ വെറുതെ ഫ്രണ്ടിലത്തെ ബോർഡൊന്ന് വായിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ട് പോകുന്നതാണെന്നേ. ആന്ധ്ര ഒരു വക വായിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ബസ് സ്റ്റാൻഡെല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് നീളത്തിൽ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പക്കയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതെവിടെ ആയിട്ട് ക്ലോക്ക് റൂം ഫെസിലിറ്റി ഉണ്ട്. ഞാനിവിടെ ബാഗ് വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കയ്യിൽ 2 ബാഗുണ്ട്. ഈ ഒരു ചെറിയ ബാഗുമുണ്ട്, പിന്നെ ഇതാ ഈ തോളത്തിട്ടിരിക്കുന്ന ഈ ഒരു ബാഗുമുണ്ട്. ഒരു ബാഗ്, വലിയ ബാഗ് ഇവിടെ വെച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും ഞാൻ എൻ്റെ ഈ വലിയ ബാഗ് ഇവിടെ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 30 രൂപയാണ് ചാർജ് 24 മണിക്കൂറത്തേക്ക്. ഇതെവിടെ ബസ് സ്റ്റാൻഡിനകത്തായിട്ടൊരു ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കൗണ്ടർ കാണാം. തിരുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഡൽട്ടിന് 90 രൂപ, അപ്പ് ആൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 160 രൂപ. 20 രൂപ സേവ് ചെയ്യാമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ചൈൽഡിന് 50 രൂപ, അപ്പ് ആൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 90 രൂപ. അപ്പ് ആൻഡ് ഡൗൺ ചേർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. 20 രൂപ നമുക്ക് തൽക്കാലം നഷ്ടപ്പെടുത്താം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും 1/2 ലിറ്ററിൻ്റെ ഒരു ചെറിയ കുപ്പി വെള്ളം വാങ്ങി. ഇതിന് 15 രൂപ വാങ്ങി കേട്ടോ. സാധാരണ 10 രൂപയല്ലേ ഉള്ളൂ ഇതിൻ്റെ വില. എന്തായാലും ആവട്ടെ. ഇതാ ഇവിടെയൊക്കെ ബസ്സിൻ്റെ മുകളിലായിട്ടേ ലോഡ് കയറ്റുന്നുണ്ട്. ബസ്സിന് മുകളിൽ ലോഡൊക്കെ കയറ്റിയിട്ടുള്ള യാത്ര നല്ലതായിരിക്കും അല്ലേ. പക്ഷെ ഞാനിപ്പം അങ്ങോട്ടല്ല പോകുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ലാഡറാണ്. താൽക്കാലികമായിട്ട് ഉരുട്ടിക്കൊണ്ടൊക്കെ പോകാൻ പറ്റും. ലോഡിങ് തൊഴിലാളി അതിന് മുകളിലേക്ക് ലോഡ് കയറ്റുവാണ് ബസ്സിന് മുകളിലായിട്ടേ. ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്നുണ്ട് ബസ്സേ. എന്തായാലും നമുക്ക് തിരുമലയിലോട്ടുള്ള ബസ് നോക്കാമെന്ന് വെച്ചാൽ ഒരുപാട് അന്വേഷിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. അതായത് കർണാടകയുടെ ബസ്സാണ്. കർണാടകയുടെ KSRTC ബസ് ഹസനിലോട്ട് പോകുന്ന ബസ്സാണ്. ഹസൻ ക്ഷീണിക്കുന്നു പറയുമ്പോൾ തന്നെ. ഹ എന്നുള്ള അക്ഷരമേ പറയുമ്പോൾ ഒരുപാട് ഓക്സിജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ്. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നൊരു അക്ഷരമാണ് ഹ. അങ്ങനെ ഞാൻ തിരുമലയ്ക്ക് ഈ ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. AC ബസ് അല്ലാത്ത നോൺ AC ബസ്സിലോട്ട്. ഫ്രണ്ടിലൊരു സിംഗിൾ സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഈ ബസ്സിൽ കയറി പോവാം. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ബസ്സിലോട്ട് കയറിയിരിക്കുവാണ്. ഏറ്റവും ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിലത്തെ ആ ഒരു കണ്ണാടിയൊക്കെ കാണാൻ കൊള്ളാം. ചെറിയ കണ്ണാടി. അശോക് ലൈലൻഡിൻ്റെ എഞ്ചിനാണ്. അങ്ങനെ നമ്മുടെ ബസ് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരുമലയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. പറഞ്ഞപ്പോൾ നിർത്തിയല്ലോ. ആരോ ഒരാൾ കയറാനുണ്ട്. തിരക്ക് തീരെ കുറവാണ്. കണ്ടില്ലേ, ബസ്സിലങ്ങനെ വലുതായിട്ട് ആരുമില്ല. ബസ് ഫില്ലായിട്ടേ പോകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അല്ലാതെയും ബസ് പോകുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ ഒരു റോഡ് നേരെ കയറുന്നത് ഈ കാണുന്ന ഫ്ലൈ ഓവറിന് മുകളിലോട്ടാണ്. അതുവഴി കൂടെയാണ് നമ്മൾ തിരുമലയിലേക്ക് പോകുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മൾ മുകളിലത്തെ ഫ്ലൈ ഓവറിലോട്ട് കയറിയിട്ടുണ്ട്. മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ താഴെയായിട്ട് വീടുകളും കടകളും എല്ലാം കാണാൻ പറ്റും. അത് കൊള്ളാം. ഇതോ അങ്ങ് ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ കാണാം. ആ മലയുടെ മുകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടൊക്കെ ആയിട്ട് റോഡ് കാണാനും പറ്റുന്നുണ്ട്. എന്തായാലും അതുവഴി കൂടെയൊക്കെ ഉള്ളൊരു യാത്ര നല്ലൊരു യാത്രയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുവാണ്. അങ്ങനെ ഞാൻ 90 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് തിരുമലയിലേക്ക്. അപ്പ് ആൻഡ് ഡൗൺ എടുത്തിട്ടില്ല. അപ്പ് ആൻഡ് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ ഏത് ബസ്സിൽ വേണമെങ്കിലും കയറിയിട്ട് തിരിച്ചു വരാം, AC ബസ് ഒഴികെ.
എന്തായാലും ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് തിരുമലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. റോഡൊക്കെ നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതാ ഒരു ഹമ്പ്. ഇപ്പോഴൊരു ചെക്ക് പോസ്റ്റ് പോലൊരു സംഗതിക്കകത്തൂടാണ് കയറുന്നത്. ടോള് പോലുള്ളൊരു സംഭവം. ഇത് അങ്ങോട്ട് പോകുമ്പോഴും അവിടെയും ഒരു ടോളും ചെക്ക് പോസ്റ്റും എല്ലാം കൂടെ ഒരു സംഗതി കാണാം. ഇത് അവിടെയായിട്ട് നോക്കേ, ഒരു വലിയൊരു മലനിര എന്ന് പറയുമ്പോഴും മലയ്ക്ക് മുകളിലായിട്ട് കോട്ട കെട്ടിയതുപോലത്തെ പാറകൾ. അപ്പോഴതിന് താഴെയായിട്ടാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ബാഗും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റാണ്. ഇവിടെ പ്ലാസ്റ്റിക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുക, നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബോട്ടിൽ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം നമ്മൾ കുടിച്ച് തീർത്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ. ആ വണ്ടി നമ്പറെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാര്യം എല്ലാ ബസ്സും ഒരേ കണക്ക് ഇരിക്കുന്നത് കൊണ്ടേ തിരിച്ച് കറക്റ്റായിട്ട് ഇതിൽ തന്നെ വന്ന് കയറണം. ഇതെവിടെയായിട്ട് നമ്പറുണ്ട്, എല്ലാ വണ്ടിക്കും ഉണ്ട് നമ്പർ. AP03Z5513. എല്ലാ വണ്ടിയും ഇറങ്ങി ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ബസ് ചെക്ക് ചെയ്യാതെ വിടും. കാറും പ്രൈവറ്റ് വണ്ടികളൊക്കെയാണ് സാധാരണ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിക്കകത്തെയും ആൾക്കാരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബസ് ദാ വന്ന് നിൽക്കുവാണ്. എല്ലാവരും വന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വലിയൊരു മലനിരയ്ക്ക് മുകളിലായിട്ട് കോട്ട കെട്ടിയിരിക്കുന്നത് പോലത്തെ പാറ. അപ്പോഴതാണ് ഇത്. അപ്പോഴേ ഡ്രൈവർ ഹോൺ അടിച്ച് നമ്മളെ വിളിച്ചിരിക്കുവാണ് ബസ്സിനകത്തേക്ക് കയറാം. അങ്ങനെ നമ്മുടെ ബസ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര പുറപ്പെടുവാണ്. ഇതാ നമ്മുടെ കൂടെ ഒരു ടാറ്റ സുമോ ഉണ്ട്, സുമോ വിക്ട. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സമയം 40 മിനിറ്റാണ്. 40 മിനിറ്റിൽ കുറയാൻ പാടില്ല. മനസ്സിലായില്ലേ? 40 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല, 40 മിനിറ്റിൽ കുറയാൻ പാടില്ല മുകളിലെത്താൻ. അത് ഓവർ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നൊരു സംവിധാനമാണത്. 40 മിനിറ്റിന് മുമ്പായിട്ട് എത്തിക്കഴിഞ്ഞാലേ വണ്ടി സ്പീഡിലെത്തിയതായിട്ട് അവർ കണക്കാക്കും. അപ്പോൾ 40 മിനിറ്റ് എടുത്ത് സമാധാനത്തോടെ മുകളിലോട്ട് പോയാൽ മതി. ഇവിടെ നിന്ന് 19 കിലോമീറ്ററാണ് മുകളിലോട്ടുള്ളത്. 19 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 40 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുമല ബസ് സ്റ്റാൻഡിൽ ബസ് വന്നിറങ്ങിയിരിക്കുകയാണ്. ഇത്രയും മല കയറി മുകളിൽ വന്നപ്പോൾ ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡാണെന്ന് വിചാരിച്ചില്ല. കുറച്ചധികം ബസ്സുകൾക്ക് കിടക്കാൻ പറ്റിയ വലിയൊരു ബസ് സ്റ്റാൻഡാണ് തിരുമല ബസ് സ്റ്റാൻഡ്. പിന്നെ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിനകത്ത് കയറി കഴിഞ്ഞാൽ ഫൈനാണ്, 500 രൂപ ഫൈനാണ്. പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. നമ്മൾ ഈ ബസ്സിൻ്റെ ബാക്ക് പിടിച്ച് ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബസ് സ്റ്റാൻഡിനകത്തോട്ടൊന്നും അബദ്ധത്തിൽ പോലും വന്ന് കയറരുത്. കയറിക്കഴിഞ്ഞാൽ 500 രൂപ പോയി കിട്ടും. ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ TTD എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ തിരുപ്പതിയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റാണ് TTD. അപ്പോഴതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാനാണ് പറഞ്ഞത്. 50 രൂപയൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത് ചാർജ്. ഇവിടെ അല്ലാതെ നിങ്ങൾ തിരക്കി കഴിഞ്ഞാൽ വലഞ്ഞു പോത്തേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിനകത്തോട്ട് വരുന്ന വഴിയെല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നല്ലൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെവിടേക്കായിട്ട് ചെറിയ ചായക്കടയെല്ലാം ഉണ്ട്. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം, എന്നിട്ട് നമുക്ക് നടക്കാം. അങ്ങനെ ഞാൻ 2 വട വാങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചതിന് ശേഷമേ ഇവിടെ ഫ്രീ ആയിട്ട് അന്നദാനമൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തു തന്നെയാണെങ്കിലും ലൈറ്റായിട്ട് ഇതൊന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ചട്നി കൊള്ളാം. അങ്ങനെ വടയെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇതെവിടൊക്കെ ആയിട്ട് അതേപോലത്തെ സ്നാക്സ് കടകളെല്ലാം ഉണ്ട്, അങ്ങോട്ടെല്ലാം ഉണ്ട്. സ്നാക്സും പിന്നെ അല്ലാത്ത പൊറോട്ട, ചപ്പാത്തി അങ്ങനത്തെ കടകളെല്ലാം ഈ വരിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം പലതരം കച്ചവടങ്ങളാണ്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന കടകളാണ്, സ്റ്റാളുകളാണ്. ഇവിടെയായിട്ട് വളക്കട.
വളക്കട. പലതരം വെറൈറ്റി വളകളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അവിടം വരെ കയ്യെത്തത്തില്ലല്ലോ എടുക്കാനാണെങ്കിൽ. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് കസേരകളെല്ലാം ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെയൊക്കെ ആയിട്ട് വട, ചായ, വട അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാളുകളാണ്. അവർക്കൊക്കെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെയുള്ള കസേരകളാണ് വെളിയിലിട്ടിരിക്കുന്നത്. ഇഡലി, വട എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വെളിയിലോട്ട് വന്നിരിക്കുവാണ്. അത് ഇവിടെ ആയിട്ട് ഒരു കടയിൽ വാട്ടർ ബോട്ടിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 50 രൂപ, 50 റുപ്പീസ്. നമ്മൾ റിട്ടേൺ തരുമ്പോൾ നമ്മൾ 50 രൂപ എടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ കുപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ 30 രൂപ തിരിച്ച് തരും. മനസ്സിലായില്ലേ? ആ വെള്ളത്തിൻ്റെ റേറ്റ് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ബോർഡുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ബോർഡുകളിൽ കറക്റ്റായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. സർവദർശൻ, കല്യാണ വേദിക അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം പ്രാവുകൾ. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് താഴോട്ട് വരുമ്പോഴത് ഇവിടെ ആയിട്ടൊരു വഴി കാണാം. അവിടെ ആയിട്ടൊരു മണ്ഡപം എല്ലാം ഉണ്ട്. അതുവഴി കൂടി ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. അതിനകത്തായിട്ടും പലതരം കച്ചവടങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ബസ് കണ്ടില്ലേ, അത് ഇവിടെ ട്രിപ്പ് അടിക്കുന്ന ബസ്സാണ്. നമുക്കതിനെ ഒന്ന് അടുത്ത് കാണുമെന്നുണ്ട്. ദീ വരുന്ന കണ്ടില്ലേ, ഫ്രീ ബസ്സാണ്, ഫ്രീ സർവീസാണ്. നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡില്ലായിരുന്നോ, ആ ബസ് സ്റ്റാൻഡിലോട്ട് ട്രിപ്പ് അടിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നൊരു സ്ഥലമുണ്ട്, ഫ്രീ ഷൂ കീപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആയിട്ട് ഇതാണ് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലമെന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കാണെന്നുണ്ടെങ്കിൽ കയറണ്ട, ഇല്ലയെന്നുണ്ടെങ്കിൽ കയറി കഴിക്കാം. മാധവ നിലയം. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഇതാ കണ്ടില്ലേ, വെയിറ്റ് ടു മീൽസ് കൗണ്ടർ. ഇതിനകത്ത് തന്നെ മുട്ടയടിക്കുന്ന സംവിധാനം എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മുട്ടയടിക്കുന്നൊരു സ്ഥലമാണിവിടെ. അതൊരു നേർച്ചയായിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ തിരുപ്പതി എന്ന് പറഞ്ഞ അമ്പലം. നമ്മൾ ആ മുട്ടയടിക്കുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഫ്രീ മീൽസ് കൗണ്ടർ ഉള്ളത്. സമയം എഴുതിയിട്ടുണ്ട്. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ, പിന്നെ രാത്രി 7 മണി മുതൽ രാത്രി 10:30 വരെ. എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. നല്ല തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഒരു ക്യൂ എല്ലാം ഫില്ലായിരിക്കാം. അങ്ങനെ നമ്മൾ ഇലയ്ക്ക് മുമ്പിൽ എത്തിയിരിക്കുവാണ്. ഇപ്പം സമയം 3 10 മിനിറ്റ്. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഊണ് കിട്ടില്ലായിരുന്നു. എന്തായാലും പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇതിപ്പോഴ് ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. ഇത് സാമ്പാറുമായിട്ട് മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 3 മണി ആവാറായതുകൊണ്ട് ചോറും സാമ്പാറൊന്നും സെപ്പറേറ്റ് ഇല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോഴേ ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും കടകളൊക്കെയാണ്. പലതരം കച്ചവടങ്ങൾ, ടീഷർട്ടുകളുണ്ട്, പിന്നെ അല്ലാത്ത മുണ്ട്, ലുങ്കികൾ എല്ലാം ഉണ്ട്. അങ്ങനത്തെ പലതരം കച്ചവടങ്ങളുള്ള സ്റ്റാളുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ വേറൊരു കാര്യമേ, ഇവിടെ കൂടുതലായിട്ടും ഒരേ ടൈപ്പ് കച്ചവടങ്ങൾ ഒരുപാടുണ്ട്. നമ്മളീ നടന്ന് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും, എല്ലാ കടകളിലും ഏകദേശം ഒരേ ടൈപ്പ് സംഗതികളൊക്കെ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ബെൽറ്റ്, പിന്നെ അല്ലാതെ പിള്ളേർക്ക് കളിക്കുന്ന സംഗതികൾ, അതിൻ്റെ പലതരം വെറൈറ്റീസ് പല പല കടകളിലായിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ നിന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഞാൻ വീണ്ടും ഈ ബോർഡിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ഇതിനകത്തൂടെ നമുക്കൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. എഴുതിയിരിക്കുന്നത് 300 രൂപയ്ക്ക് സ്പെഷ്യൽ എൻട്രി ഉണ്ട്. കണ്ടില്ലേ? എന്തായാലും സബ്വേ എല്ലാം നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സബ്വേയിലൂടെ നടന്നു വരുമ്പോഴും ഇവിടെയൊക്കെ ആയിട്ടും കച്ചവടങ്ങളൊക്കെയാണ്. നേരത്തെ നമ്മൾ കണ്ട ടൈപ്പ് കച്ചവടങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആയിട്ട് നോക്കേ, ഒരു കോംപ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് കച്ചവടം, വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ആയത്. എന്തായാലും കൊള്ളാം, നല്ല കളർഫുള്ളായിട്ടുണ്ട് അത് കാണാൻ. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് SV ഷോപ്പിംഗ് കോംപ്ലക്സ്. ജസ്റ്റ് അകത്തോട്ടൊന്ന് വെറുതെ ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ ആയിട്ട് വിളക്കുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന കടയാണ്. ഇതാ കണ്ടില്ലേ,
അകത്തെല്ലാമായിട്ടും ഇഷ്ടം പോലെ കച്ചവടങ്ങളാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് മുണ്ടും അങ്ങനത്തെയൊക്കെ കച്ചവടങ്ങളാണ്. ഇതിനൊരു കാര്യമുണ്ട്, 300 രൂപ കൊടുത്ത് ദർശനം ചെയ്യുന്നതിന് ആണുങ്ങൾക്ക് മുണ്ട് കമ്പൽസറിയാണ്. അല്ലാതെ ഫ്രീ ദർശനത്തിന് നമുക്ക് പാൻറ്റൊക്കെ ഇട്ട് കയറാം. പലതരം മുണ്ടുകളെല്ലാം ഉണ്ട്. ലേഡീസിന് അങ്ങനെ പ്രത്യേകിച്ച് കമ്പൽസറി ഒന്നും പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡല്ല. നോർമലായിട്ടുള്ള സാരി, ചുരിദാർ അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. ഇതെവിടെയൊക്കെ ആയിട്ട് ശംഖിൻ്റെ എല്ലാം കച്ചവടം. സാധാരണ നമ്മൾ ഈ കന്യാകുമാരിയിലെല്ലാം കാണുന്നത് ഇതേപോലെ ശംഖിൻ്റെ എല്ലാം കച്ചവടം. ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല, ഇവിടെയും ഉണ്ട് ശംഖിൻ്റെ കച്ചവടം. ഇതെത്രയാണ് വില? 1000 രൂപയാണ് ഒന്നിൻ്റെ വില. അങ്ങനെ പല പല വിലയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. ഇതാ ചിപ്പിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, കബഡിയൊക്കെ നിരത്തുന്ന ആ ഒരു സംഭവം. ഒരെണ്ണം 10 രൂപ. ഇത് ഒരെണ്ണം 10 രൂപയാണ് വില. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് വീണ്ടും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. വലിയൊരു ഹാളാണിത്. എല്ലാവരും കിടക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ചെറിയ ചെറിയ കൂട്ടമായിട്ട് അവരവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതെവിടെയായിട്ടൊരു ഭജനയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഈട്ടൺ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഈട്ടൺ ഗേറ്റ്. വലിയൊരു ആർച്ചൊക്കെ കാണാം. എന്തായാലും നമുക്ക് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. ഇവിടാണ് അമ്പലത്തിൻ്റെ ശരിക്കുമുള്ളൊരു വ്യൂ കിട്ടുന്ന സ്ഥലം. എന്തായാലും നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെയാണ് ശരിക്കും അമ്പലത്തിനൊരു വ്യൂ ഉള്ളത്. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ ആക്കി കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് ഇവിടെ. അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ. എന്തായാലും നമുക്കിവിടെ നിന്ന് തിരുപ്പതി ലഡു കിട്ടുന്ന പരിസരത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അതെവിടാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നടന്നു നോക്കാം. അങ്ങനെ ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത് ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതുവഴി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് തിരുപ്പതി ലഡുവിൻ്റെ കൗണ്ടർ ഉള്ളതെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും ആൾക്കാരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് അവരിവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ലഡു കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇത് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ലഡു. ഇതെവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. 640 മുതൽ 700 ഗ്രാം വരെ ബിഗ് ലഡു, പിന്നെ സ്മോൾ ലഡു 160 ഗ്രാം മുതൽ 180 ഗ്രാം വരെ. എന്തായാലും നമുക്ക് നോക്കാം. ഇതെവിടെ ലഡുവിന് ഭയങ്കര ക്യൂ ആണ്. എന്തായാലും നമുക്ക് ഇതിലേതെങ്കിലും ഒരു ക്യൂവിലോട്ട് കയറാം. അങ്ങനെ നമുക്ക് ലഡു കിട്ടിയിട്ടുണ്ട്. 50 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സാധാരണ നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന 10 രൂപയുടെ ലഡു 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലുതായിരിക്കും. നല്ല ക്ലാസിക്കൽ സോങ് എല്ലാം കേട്ടിട്ടെ ഇവിടെ ഇരുന്ന് ഇത് കഴിക്കാം. മൊത്തം കൂടെ കഴിക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിക്കാൻ കുറച്ച് വെച്ചേക്കാം. എവിടെ പോന്നു ഒരു ശർക്കരയുടെയും പിന്നെ എന്തൊക്കെയോ നമ്മുടെ ഈ ഏലക്ക അങ്ങനത്തെ ടൈപ്പ് മണങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം. കാര്യമായിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ലഡുവിൻ്റെ 3/4 ഭാഗത്തോളം ഇവിടെ ഇരുന്ന 2 കുട്ടികൾ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നത്? അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് തിരുപ്പതിയിലോട്ടുള്ള ബസ്സിൽ കയറിയിട്ട് മല ഇറങ്ങാം. അപ്പോഴെന്തായാലും ഒരു തിരുപ്പതി ബസ് നിൽപ്പുണ്ട്, ഇതിലോട്ട് കയറാം. അങ്ങനെ നമ്മുടെ ബസ് തിരുമലയിൽ നിന്നും തിരിച്ച് മല ഇറങ്ങുവാണ്, തിരുപ്പതിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നതിനും 90 രൂപയാണ് ചാർജ്. കയറി വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്, തിരിച്ച് വേറെ വഴിയാണ് പോകുന്നത്. ഇതാ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് സൈഡിലായിട്ട് ഒരു റൂഫ് ചെയ്തിരിക്കുന്ന ഒരു വഴി കാണാം. ഇത് നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വഴിയാണ്. തിരുപ്പതിയിലേക്ക് നടന്നു കയറുന്നവരുണ്ട്, അങ്ങനെ നടന്നു പോകുന്നവർക്കുള്ള വഴിയാണ് ഈ സൈഡിൽ കാണുന്നത്.
അങ്ങനെ നമ്മൾ തിരുമലയിലെല്ലാം പോയിട്ട് തിരിച്ച് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാര്യം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് വേറെ വഴിയാണ് വരുന്നതെന്ന്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഈ തിരുപ്പതിയുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തപ്പോഴത്തേക്കും അതങ്ങ് ആ സ്ഥലം അങ്ങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും തിരുപ്പതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ബസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ ആ ഒരു ഭാഗത്തല്ല, ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ പോയിൻ്റ് നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം. അവിടെ പോയി റൂം എടുത്ത് സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ ശബരി എക്സ്പ്രസ് ഉണ്ട്. അത് രാത്രി 11 എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അങ്ങനെ ഫോണടിക്കുന്നത്? അങ്ങനെ രാത്രി 11:55 ഈ തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെത്തും. തിരുപ്പതിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 450 രൂപയാണ്. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിൽ പോകുന്നില്ല. അതിൽ പോകണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്യണം. ഞാനിപ്പം എൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ റെനിഗുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴവിടെ പോയി സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാം. അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്, ഈ തിരുപ്പതി അമ്പലത്തിൽ വൃത്തിയുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാര്യം ഇത്രയും ആൾക്കാർ വന്നിട്ട് ഒരു ദിവസം 50,000 മുതൽ 1,00,000 ആൾക്കാർ വരെ വരുന്ന ദിവസങ്ങളുണ്ട് സീസൺ സമയങ്ങളിലൊക്കെ. അപ്പോൾ അത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇത്രയും നീറ്റായിട്ടൊരു യൂറിൻ്റെ സ്മെല്ല് പോലും ഇല്ല. സത്യം പറയാമല്ലോ, അത്രയും നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോഴത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. ഞാനിനി ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ ബാഗ് വെച്ചിട്ടുണ്ട്. ആ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുവാണ്. ക്ലോക്ക് റൂമിൽ നിന്ന് ബാഗ് എടുക്കുക. എന്നിട്ട് ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി തന്നെ റെനിഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെനിഗുണ്ടയിലോട്ട് പോകും. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ട്രെയിൻ റെനിഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ടുണ്ട്. പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലം. ഒരു ജംഗ്ഷനാണ്, ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് പല പല ട്രെയിനുണ്ട്. അപ്പോഴേ നോക്കട്ടെ, ചിലപ്പം ഞാൻ ഇവിടെ നിന്ന് ബസ് കയറി പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകും. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരം 750 മീറ്ററേ ഉള്ളൂ. അപ്പോഴെന്തായാലും നോക്കട്ടെ. അങ്ങനെ നേരെ വിരിട്ടി അങ്ങനെ ബസ് സ്റ്റാൻഡിനകത്തൂടെ നടന്നു വന്നപ്പോഴാ ഈ കിടക്കുന്നതാണ് റെനിഗുണ്ട പോകുന്ന ബസ്. അപ്പോഴെന്തായാലും ഈ ബസ്സിലോട്ട് കയറാം. ഇവിടെ നിന്ന് 9 കിലോമീറ്ററേ ഉള്ളൂ റെനിഗുണ്ടയിലോട്ട് പോകാൻ. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിലോട്ട് കയറാം. അങ്ങനെ റെനിഗുണ്ടയ്ക്കുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. പുറപ്പെടുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് അത്ര വലിയ ദൂരമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു 9 കിലോമീറ്ററേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ റെനിഗുണ്ട ബസ് സ്റ്റാൻഡിൽ ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഈ റെനിഗുണ്ട ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ റൂമൊക്കെ ഉണ്ട്. റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ കാണാം. ഇതോ അവിടെയൊക്കെ ആയിട്ടെ ഇരുട്ടായതുകൊണ്ട് ഒരു വക കാണാൻ പറ്റുന്നില്ലല്ലേ. അങ്ങനെ ഞാൻ ഒരിടത്ത് റൂം എടുത്തിരിക്കുവാണ്. ഇതാണ് റൂം. ഡബിൾ ബെഡൊക്കെ ഉണ്ട്. 500 രൂപയാണ് റൂമിന് ചാർജ്. അപ്പോഴെന്തായാലും ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോഴെന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ കിടന്നുറങ്ങിയിട്ട് ബാക്കി നാളെ രാവിലെ മുതൽ അടുത്ത യാത്ര തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിരുപ്പതി വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ AC ഒക്കെ ഉണ്ട് കേട്ടോ. AC വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ, ഇല്ലാന്നുണ്ടെങ്കിൽ 500 രൂപ. അപ്പോഴെന്തായാലും നമുക്ക് നാളെ രാവിലെ മുതൽ അടുത്ത യാത്ര തുടങ്ങാം. അപ്പോഴെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്.